എടി ഓമനെ ഓമനെ ആ എടി കൊച്ചു വന്നിട്ടു. എടി കുഞ്ഞുറങ്ങിയടി. അത് രാത്രി ഉറങ്ങുന്നില്ലേ? ഇത് ഭയങ്കര കീറ്റിക്കൊണ്ടിരിക്കില്ല. ഞാൻ ഇപ്പതാ പ്രസവിച്ച പെണ്ണിന് ഇടലുണ്ടാക്കാം. അവൾക്ക് ഈ എണ്ണപ്പലഹാരൊന്നും പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ അവനെ ഇടലുണ്ടാക്കുക. അപ്പൊ 2 തരം ഉണ്ടാക്കണം എനിക്കാണെങ്കിൽ വയ്യ. നീ ഇപ്പൊ പോയിട്ട് നാളെ വാ. ഇത് വേണ്ട, കുഞ്ഞിച്ചിരി ആവട്ടെ എന്നിട്ട് കാണാം. അതിനിപ്പോ ആൾക്കാരൊന്നും കാണാൻ പാടില്ലേ. അതാ, നീ പൊക്കോട്ടോ. എന്നാ ശരിയടി, ഞാൻ പിന്നെ വരാട്ടോ. മോളെന്തേ? ആ ചേച്ചി, ആ മോള് ഉറങ്ങിയില്ലായിരുന്നോ? എന്താ ചേച്ചി ഹോസ്പിറ്റലിൽ വരാതെ? അത് ചേച്ചി പനിയായിട്ടാ വരാത്തത് മോളെ. ഇവിടെ വന്നാൽ കാണാമല്ലോ എന്ന് വെച്ചിട്ടാ. എന്നാ മോള് ഉറങ്ങിക്കോ, ചേച്ചി പിന്നെ വരാം. ഞാൻ ഇപ്പൊ കുഞ്ഞിനെ എടുക്കാം. ഇല്ല കുഴപ്പമില്ല മോളെ, ചേച്ചി പിന്നെ വന്നോളാം, പിന്നെ ഒന്ന് കാണാം. ശരിയടി, എന്നാ ഞാൻ പിന്നെ വരാം. മോളെ പോട്ടെ മോളെ. അമ്മ എന്തിനാ കുഞ്ഞ് ഉറങ്ങുകയാണെന്ന് കള്ളം പറഞ്ഞത്? ഇതൊട്ടും ശരിയല്ല അമ്മ. കുഞ്ഞിനൊന്ന് നോക്കിയെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ എന്ത് പണിയാ കാണിച്ചത്? അവളെ ഞാൻ പറഞ്ഞു വിടാൻ പറ്റ പാടുണ്ടല്ലോ. ഞാൻ നിന്നിവിടെ ഉരുളുവാണ്. കൊച്ചുങ്ങളൊന്നും ഇപ്പം കാണാൻ പറ്റില്ലേ? ഇവിടെ ഈ വീട്ടിൽ ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കണത്. ഞാനാണ് ഇവിടുത്തെ അമ്മ, അല്ലാതെ നീയല്ല. കൊച്ചിനെടുത്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അവളൊരു മച്ചിയാണ്, കെട്ടിയോനില്ലാത്തവളാണ്. അതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ലല്ലോ. അവളെ കണ്ണുകൊണ്ടാ എന്താവുമെന്നറിയോ കൊച്ചിന്? ഞാനീ പറഞ്ഞത് അന്നൊരു സമയം നീ എന്നോടൊരു കഴിവോട് പറഞ്ഞായിരുന്നു. ഒരു 25 വർഷം മുമ്പ്. നിനക്കത് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്. ഓമനെ, ഓമന.